അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SKIC ദമാം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു തുള്ളി വെളിച്ചം എന്ന പ്രോഗ്രാമിലെ സഹോദരങ്ങളെ, വിശുദ്ധ റമളാൻ വിളിപ്പാടെ അകലെ നിൽക്കുകയാണ്. റമളാൻ മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണല്ലോ തറാവീഹ്. തറാവീഹ് എന്നുള്ളത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ടതാണ്. അത് 20 റക്അത്താണ്. എല്ലാ 2 റക്അത്തിലും സലാം വീട്ടി അങ്ങനെ 10 സലാം കൊണ്ട് 20 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് തറാവീഹ് എന്നുള്ളത്. തർവീഹത്ത് എന്ന അറബി പദത്തിന്റെ ബഹുവചനമാണ്. വിശ്രമിക്കൽ എന്നാണ് തർവീഹത്തിന്റെ അർത്ഥം. അപ്പോൾ വിശ്രമങ്ങൾ എന്നായി തറാവീഹിന്റെ അർത്ഥം. 4 റക്അത്ത് കൂടുമ്പോൾ അതിൻ്റെ ശേഷം സ്വലാത്തും ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ഒരു വിശ്രമം അവിടെ വരുന്നു. അതുകൊണ്ടാണ് അതിന് തറാവീഹ് നിസ്കാരം എന്ന് പേര് വരാൻ കാരണം. ഈ തറാവീഹ് നിസ്കാരം ഇശാ നിസ്കാരം കഴിഞ്ഞ ശേഷം സുബ്ഹി നിസ്കാരം വരെ, അതിൻ്റെ ടൈം ആകുന്നത് വരെ ആണ് തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം. ഇശാ വാങ്ക് കൊടുത്താൽ പോരാ, ഇശാ വാങ്ക് കൊടുത്തിട്ട് ഇശാ നിസ്കരിക്കണം. അപ്പോഴാണ് തറാവീഹിന്റെ സമയമാവുകയുള്ളൂ. അപ്പോൾ ഇശാ നിസ്കരിക്കാതെ തറാവീഹ് ജമാഅത്തായി നടക്കുമ്പോൾ ഒരാൾ വുളുണ്ടാക്കി വന്നിട്ട് ആ തറാവീഹ് ജമാഅത്തിൽ കൂടിയാൽ, ഇശാ നിസ്കരിക്കാതെ കൂടിയാൽ അവന്റെ ആ നിസ്കാരം തറാവീഹായി പരിഗണിക്കപ്പെടുന്നതല്ല. മറിച്ച് മുത്തലഖൻ സുന്നത്ത്, വെറും സുന്നത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഇനി നിയ്യത്ത് വെക്കേണ്ടത് തറാവീഹ് നിസ്കാരത്തിൽ നിന്നുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഇമാമോടുകൂടെ ഞാൻ അദാ ആയി നിസ്കരിക്കുന്നു. ഇനി ഇമാമായിട്ടല്ല, ഒറ്റക്കാണ്, ജമാഅത്തായിട്ടല്ല, ഒറ്റക്കാണ് എങ്കിൽ ഇമാമോടുകൂടെ എന്നുള്ളത് ഒഴിവാക്കി ബാക്കി നിയ്യത്ത് വെക്കുക. ഇനി റമളാനിലെ ഖിയാമുൽ ലൈലിൽ നിന്നുള്ള 2 റക്അത്ത്, ഖിയാമു റമളാനിലെ 2 റക്അത്ത് അങ്ങനെയും നിയ്യത്ത് വെക്കാം. അപ്പോ ഈ തറാവീഹ് നിസ്കാരം അതിന്റെ അടിസ്ഥാനം ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 രാത്രി ഈ തറാവീഹ് നിസ്കാരം നിസ്കരിക്കുകയുണ്ടായി. അഥവാ ആദ്യത്തെ രാത്രി നിസ്കരിച്ചപ്പോൾ ആ വിവരങ്ങളെല്ലാം പുറത്തറിഞ്ഞ് രണ്ടാമത്തെ രാത്രിയും നിസ്കാരം ആരംഭിക്കുമ്പോൾ ആളുകൾ വളരെ കൂടുതലായി. അതുപോലെ തന്നെ 3-ാമത്തെ രാത്രി ഒന്നുകൂടെ ഇതിന് പ്രചാരണം വന്നപ്പോൾ ഒന്നുകൂടെ ആളുകൾ കൂടുതലായി. 4-ാമത്തെ രാത്രി നിസ്കരിക്കാൻ വേണ്ടി ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയപ്പോൾ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുവാൻ വേണ്ടി പുറത്തേക്ക് വന്നില്ല. സുബ്ഹി ആകുന്നത് വരെ സഹാബത്ത് എല്ലാവരും കാത്തിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി പുറത്തേക്ക് വന്നില്ല. സുബ്ഹി സമയത്ത് വന്ന ശേഷം നബിയോട് സഹാബത്ത് കാരണം അന്വേഷിച്ചു, എന്താണ് പ്രവാചകരെ ഇന്ന് വന്നില്ല എന്ന്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇത്രത്തോനെ താല്പര്യം കാണിച്ചാൽ
ഇത് ഫർളായി പടച്ച തമ്പുരാൻ നിയമമാക്കുമോ എന്ന് പേടിച്ചതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട നബി 3 ദിവസം നിസ്കരിച്ചത്. അത് 23 റമളാൻ 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, ഇങ്ങനെ 3 രാത്രിയാണ്. 29ന്റെ അന്ന് വന്നിട്ടില്ല. അപ്പൊ ഇടപെട്ടിട്ടുള്ള ഒറ്റ രാവുകളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ തറാവീഹ് ജമാഅത്തായി നിസ്കരിച്ചിട്ടുള്ളത്. എന്താ ഇടവിട്ട് ആക്കാൻ കാരണം? അത് തറാവീഹ് നിസ്കാരം ആദ്യമായി തുടങ്ങുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒറ്റടിക്ക് തന്നെ ദിവസവും നിസ്കരിച്ചാൽ അത് പ്രയാസം കൂടും എന്ന് കരുതിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത് എന്ന് കിതാബുകളിൽ വിശദീകരിച്ചത് കാണാം, ഫുഖഹാ പറഞ്ഞത് കാണാം. അങ്ങനെ പിന്നെ ആ നിസ്കാരം എല്ലാവരും വീടുകളിൽ വെച്ച് നിസ്കരിക്കലായി. ഒറ്റക്കായിട്ടും കുറച്ചാളുകൾ കൂട്ടമായിട്ടും. ഈ അവസ്ഥ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്തും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണത്തിന്റെ ആദ്യ സമയത്തും തുടർന്നു പോന്നു. അങ്ങനെ പല ജമാഅത്തായിട്ടും ഒറ്റക്കായിട്ടും ജനങ്ങൾ തറാവീഹ് നിസ്കാരം നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു അത് ഒറ്റ ജമാഅത്തിന്റെ കീഴിലാക്കി സ്ഥിരപ്പെടുത്തുകയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഫുഖഹാ പറഞ്ഞു കാണാം, പുരുഷന്മാരെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു ജമാഅത്താക്കിയും സ്ത്രീകളെ സുലൈമാൻ ഇബ്നു അബി ഹസ്മ റളിയല്ലാഹു തആല അൻഹുവിന്റെ കീഴിലായി ഒരു ജമാഅത്താക്കിയും അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഒറ്റ ജമാഅത്തിന്റെ കീഴിൽ കൊണ്ടുവന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്തത് ഒരു ജമാഅത്തിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ തറാവീഹ് പുതുതായി നിർമ്മിക്കുകയോ 20 ആക്കുകയോ ഒന്നും തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്തിട്ടില്ല. നബിയുടെ കാലത്ത് തന്നെ നിസ്കാരം ഉണ്ട്. ആ നിസ്കാരം ഒറ്റ ജമാഅത്തിന്റെ കീഴിലായിട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു അവസ്ഥയാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്തിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെ നിസ്കരിച്ച റക്അത്തുകളുടെ എണ്ണം 20 റക്അത്താണ് എന്ന് ഇജ്മാ ആണെന്ന. അഥവാ ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ജമാഅത്തിന്റെ കീഴിലാക്കി നിർവഹിച്ചപ്പോൾ അന്ന് എത്ര റക്അത്താണ് നിസ്കരിച്ചിട്ടുള്ളത്? 20 റക്അത്താണ് നിസ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ 20 റക്അത്താണ് നിസ്കരിച്ചിട്ടുള്ളത് എന്ന് ഫുഖഹാ പറയുന്നു. കമാ അത്ബഖു അലൈഹാ ഫി സബനി ഉമർ റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഒറ്റ ജമാഅത്തിലാക്കിയപ്പോൾ അവരെല്ലാവരും 20 റക്അത്ത് ഏകോപിച്ച് അങ്ങനെ ആർക്കും എതിരില്ലാതെ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ 20 റക്അത്ത് എന്നുള്ളത് അത് റസൂലുള്ളാഹിയുടെ വക്കൽ നിന്ന് അറിവുള്ള ആ സംഗതി തന്നെയാണ്. ഇതിന് മർഫു ഹുക്മി എന്ന് പറയും. റസൂലുള്ള പറഞ്ഞ ഫല, റസൂലുള്ള കാണിച്ചു കൊടുത്ത ഫല. അപ്പോൾ 20 റക്അത്തുള്ള ഒരു ഏറ്റവും പുണ്യമുള്ള നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉസ്റ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പരിശുദ്ധ റമളാൻ മാസത്തിൽ ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ കൂലിയും വളരെയധികം വിശ്വാസത്തോടുകൂടെ നിസ്കരിച്ച അവന്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഹദീസിൽ കാണാം. അല്ലാഹു തആല ഈ സുന്നത്ത് നിസ്കാരം മുറ പോലെ നിസ്കരിക്കുവാൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു